ഹൃദയത്തിൽ പലവിധമായ ചിന്തകൾ കടന്നപ്പോൾ വിശ്വം എഴുന്നേറ്റു. ഇനി ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കും. എഴുന്നേറ്റ് നടന്നു. അറിയാതെ അടുത്തുള്ള കള്ളുഷാപ്പിന്റെ അടുത്തേക്ക്. അല്പം കള്ളു കുടിക്കാം, അവിടെയുള്ളവരുമായി അല്പം സൊറ പറയാം. കള്ള അകത്താക്കുമ്പോൾ ഉത്തരം ലഭിക്കാത്ത ചിന്തകളൊക്കെ എങ്ങോ ഒളിക്കും. ഒന്നും അറിയാതെ കിടന്നുറങ്ങാം. ദിവസം തോറും ദുഃഖങ്ങൾ ഭാരങ്ങളേറി വരും. എല്ലാം മറക്കാൻ ശ്രമിക്കും തോറും തെളിഞ്ഞു വരുന്ന മുഖങ്ങൾ കള്ളിന്റെ ലഹരി കുറയ്ക്കുന്നു. അളവൻ ലഹരി അല്പം കൂട്ടണമെന്ന് ദിവസം തോറും വിചാരിക്കും. പക്ഷെ പണം തികയുന്നില്ല. തെറ്റായ മാർഗത്തിലൂടെ അറിയാതെ പണം നേടുവാനുള്ള ഒരാർത്തി. അമ്മയും 3 സഹോദരിമാരും അടങ്ങുന്ന കുടുംബം. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയൊന്നും ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. വളരെ പാടുപെട്ടാണ് മക്കളെ വളർത്തിയത്. തൊഴിലില്ലാതെ അലയുമ്പോൾ അച്ഛൻ പറയും, നിനക്കൊരു ജോലി ചെയ്തുകൂടായോ എന്ന്. അന്ന് അതിന്റെ ആവശ്യം തോന്നിയില്ല. ഭക്ഷണത്തിന് കുറവില്ലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. പ്രായമായി വരുന്ന സഹോദരിമാർ, അവരുടെ പഠന ചെലവ്, പിന്നെ വീട്ടു ചെലവ്. ചിന്തകൾക്ക് വിരാമമിടാൻ അല്പം കള്ളു കുടിക്കാം. വിശ്വം നടന്നു. കാലുകൾക്ക് നല്ല ശീലമുള്ളതുപോലെ. മറ്റൊരാശ്രയമില്ല. വീട്ടിൽ കരഞ്ഞ കണ്ണുകളുമായി 4 മുഖങ്ങൾ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായോ? എന്റെ സമാധാനം മാത്രമല്ല, അവരുടെ സമാധാനവും നഷ്ടമാക്കിയോ എന്ന തോന്നൽ. കള്ളു കുടിക്കുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മറക്കും. ഒരു ലഹരി. അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു കിട്ടുമല്ലോ. ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതയാത്ര. കള്ളിഷാപ്പിൽ നിന്നും തിരികെ വരുമ്പോൾ കവലയിൽ ഒരു പ്രസംഗം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഉപദേശി പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. ഓ, ഒരു ഉപദേശിയുടെ പ്രസംഗം. തോമസും ചാക്കോച്ചനും എല്ലാം അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. ഇവർക്കൊന്നും രക്ഷ കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക്. വിശ്വം ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സമാധാനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ വിശ്വം അറിയാതെ നിന്നു. ഉപദേശിയുടെ പ്രസംഗം വിശ്വത്തെ പിടിച്ചു നിർത്തി. ലോകം തരുന്ന സമാധാനം അല്ലാത്തൊരു സമാധാനം തരുവാൻ ആരുണ്ട്? അങ്ങനെയൊന്നുണ്ടെങ്കിൽ എനിക്കത് വേണം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായതോ അവനെ കൈക്കൊണ്ടില്ല. ഉപദേശി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഉപദേശിയുടെ പ്രസംഗം വിശ്വത്തിന്റെ കാതുകളിലേക്ക് ആഴ്ന്നിറങ്ങി. തോമസും ചാക്കോച്ചനും എല്ലാം ലോകം തരുന്ന സമാധാനത്തിന് പിന്നെ പോകുമ്പോൾ അതല്ലാത്തൊരു സമാധാനം എനിക്ക് പുതിയൊരറിവാണ്. ലഹരിയിലാണെങ്കിലും എന്തോ ഒന്ന് തന്നെ ആകർഷിക്കുന്നതായി വിശ്വത്തിന് തോന്നി. പ്രസംഗത്തിന്റെ അവസാനം രക്ഷയും സമാധാനവും ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു സമാധാനം, ലോകം തരാത്തത്, ഹൃദയത്തിലേക്ക് കടന്നു വന്നതായി വിശ്വത്തിന് അനുഭവപ്പെട്ടു. സത്യവെളിച്ചം വിശ്വത്തിലേക്ക് വന്നു. ഉപദേശിയെ വീണ്ടും കാണാമെന്ന് തീരുമാനിച്ചു. വിശ്വം സന്തോഷത്തോടെ ഭവനത്തിലേക്ക് നടന്നു. നിരാശ മാറി. സന്തോഷവും സമാധാനവും വിശ്വത്തിൽ വന്നു.